നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. പല സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് സമീപിച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്. നമ്മൾ പഴയ രാഷ്ട്രീയവും പുതിയ രാഷ്ട്രീയവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പഴയ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും ആശയ സംവാദങ്ങളിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. പരസ്പരം ആശയങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള, പരസ്പരം ഈ കുടുംബ കാര്യങ്ങളടക്കം, അടുക്കള കാര്യങ്ങളടക്കം സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഡേർട്ടി പൊളിറ്റിക്സിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ശരിക്കും ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കേൾക്കാനോ അതിൽ ശ്രദ്ധിക്കാനോ ഒന്നും താല്പര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് ഗവൺമെൻറ്, അതായത് പുതിയ വരുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ജനങ്ങൾക്ക് എന്ത് വേണ്ടി ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പൊതുവെ ജനങ്ങൾക്ക് താല്പര്യം. അപ്പം ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ആശയങ്ങൾ പറയാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ വീട്ടിലെ വ്യക്തിപരമായ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ സമൂഹമധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അലക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ ജനങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണല്ലേ. അത് ജനങ്ങൾ തീരുമാനിക്കും ആരെ തിരഞ്ഞെടുക്കണം. ഇനി എന്ത് ചെളിവാരി എറിഞ്ഞാലും ആ ചെളിവാരി എറിയുന്ന ആൾക്ക് ചെളി തിരിച്ചു കിട്ടുന്നു എന്നല്ലാതെ മറ്റ് വലിയ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയ സംവാദങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകൾ, ആ രീതിയിലുള്ള സംവാദങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ വോട്ടെടുപ്പ് രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്.